نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമില്ലേ സത്യവിശ്വാസിനിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമത്തെ നിർദ്ദേശനത്തെ ಜೀವನತೆ ಎಲ್ಲ ಭಾಗತೂ ಅಲ್ಲಾಹುಡೆ ಸೂಕ್ಷಿಸಿಟ್ಟು ಜೀವನಾಕನು ಚೊಂತು ಸ್ವಂತ ನಫ್ಸರ ಮದಕಂಟೆ ಓರೋತಟಿಗೆ ಉಪದೇಶ ಹಾಕ್ರೆ ವಸಿಯತ್ ಹಾಕ್ರೆ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಎಲ್ಲ ഭാഗത്തിലും അവൻ്റെ ഭയപ്പെട്ട് ജീവനാക്കരെ യഥാർത്ഥ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തിയിട്ട് അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാരെ, ഞങ്ങളുടെ ജീവനത്തിൽ വലിയ ഒരു നഷ്ട ഞങ്ങൾക്കായി. ആ നഷ്ടം എന്താ ചൊല്ലിട്ടെങ്കിൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തായിത്തിക്കരുത്. മഹാനായ അലി റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് പഠിപ്പാട്ടുണ്ട്, വഇദാ ദകർത മുസീബതൻ തസ്ലു ബിഹാ ഫദ്കുർ മുസാബക ബിന്നബി മുഹമ്മദി. അലി റളിയല്ലാഹു അൻഹു ചൊല്ലു, വഇദാ ദകർത മുസീബതൻ തസ്ലു ബിഹാ, നിന്റെ ജീവനത്തിൽ നിക്ക് എന്തായെങ്കിൽ ഒരു മുസീബത്ത് വന്നിട്ടായെങ്കിൽ ഫദ്കുർ, നീ അപ്പോൾ ഓർക്കണം, മുസാബക ബിൻ നബി, മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് പോയത് എന്നിട്ട് നിന്റെ ജീവനത്തിൽ സംഭവിച്ച വലിയ ഒരു മുസീബത്തായിട്ടിക്കരുത്, വലിയ ഒരു നഷ്ടമായിട്ടിക്കരുത് മഹാനായ അലി റളിയല്ലാഹു അൻഹു പഠിപ്പാറ്റാണ്. അപ്പൊ ആ നേതാവുടെ വഫാത്തിന്റെ വിഷയത്തിൽ പ്രതി ഒരു മുസ്ലിമീങ്ങ പഠിക്കണായത്. ആ വഫാത്ത് നടന്ന് തിങ്കളൈത്തിക്കറ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഞങ്ങൾക്ക് ഗൊന്തുണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 63 ವರ್ಷ ജീവനാക്കിത്ത്. 63ാമത്തെ വർഷത്തിലേറ്റിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവിടെ. ആ ವಫಾತಾವಡೆ ಕೊರಿಯ ನಾಲ್ಕು ಮುನ್ನಲು ಕೊರಿಯ ಸಮಯத்துக்கு ಮುನ್ನಲು ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂಡೆ
ಇನ್ನು ಅಧಿಕ ಕಾಲಂ ನಬಿക്ക് ആയുസില്ല ചൊല്ലി ഒരു സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് കൊടുത്തുകൊണ്ടിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ചിട്ട് ഓതി കൊടുത്ത ഒരു ആയത്തുണ്ട്, അൽയൗമ അക്മൽതു ലക്കും ദീനുക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊന്ന ഇസ്ലാം ദീൻ അത് അല്ലാഹു തൃപ്തിപ്പെട്ട് നിങ്ങൾക്ക് തന്നറ, അത് പൂർത്തിയായിട്ട് ഇസ്ലാം ദീൻ പൂർണ്ണമായിട്ട്. ആ സന്ദർഭത്തിൽ അവിടെ കൂടിയിട്ട് എല്ലാ സ്വഹാബിമാർ കൊസിപ്പെട്ടു, അങ്കെല്ലാവർക്കും കൊസിയായിട്ട് ഇസ്ലാം ദീൻ പൂർത്തിയായിട്ട് എന്നെങ്കിൽ അതിൽ ഒരു സ്വഹാബി, പ്രതിഭാശാലിയായ സ്വഹാബിയായ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, അതിലെ കണ്ണിൽ നിന്ന് കണ്ണ് തന്നിയിലേക്ക് സുറായിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ചൊന്തു, ലൈസ ബഅദൽ കമാലി ഇല്ലൻ നുക്സാൻ. പൂർണ്ണമായാൽ പിന്നെ ഒരു അപൂർണത പറഞ്ഞുകൊണ്ടല്ലേ ഇസ്ലാം ദീൻ പൂർത്തിയായിട്ട്, ഇസ്ലാം ദീൻ കംപ്ലീറ്റ് ആയിട്ട് എന്നെങ്കിലും അവിടെ ഒരു അപൂർണത പറഞ്ഞുകൊണ്ടു അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ചൊന്തു മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വ്യാഖ്യാനിക്കുന്നത്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു കൊന്തൈತಿ ഈ അപൂർണത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടിരിക്കുന്നത്. ആ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് കൊടുത്ത. അത് മാത്രമല്ല, ಪ್ರತಿ ರಮಲಾನ್ ತಿಂಗಳು ಜಿಬ್ರೀಲ್ ಅಲೈಹಿ ಸಲಾತು ವಸ್ಸಲಾಂ ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಂ ಅಂತ ಓರ್ಪಕ್ಕ പറഞ്ഞിട്ട് എന്നിട്ടെങ്കിൽ വഫാത്താവുടെ അവസാനത്തെ റമലാൻ തിങ്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ജണ്ട് പക്ക കടന്നു വന്ന് ഖുർആന്റെ ആയത്തിൽ ഓതു പാട്ടിട്ട് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം. അത് മാത്രമല്ല, റമദാന്റെ എപ്പോൾ അവസാനത്തെ 10 നബി സല്ലല്ലാഹു അലൈഹി ഇത്തികാഫ് ചെയ്യുന്നേ എന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ മുന്നോത്തെ ആ റമദാൻ തിങ്കളിൽ 24 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തികാഫ് തെച്ചിട്ട് ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന് നക്കി ആറ് ആയുസ് ഇല്ല ചൊന്തല്ലേ സൂചന എത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്ക് കൊടുത്തോണ്ടിന്നെ. മാത്രമല്ല, അവസാനത്തെ ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിക്കൊണ്ടിരിക്കുമ്പോ മഖാം ഇബ്രാഹിമിന്റെ പക്കത്ത് എത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞു സ്വഹാബത്തെ ഖുദൂ മിന്നി മനാസികക്കും, നന്നിൽ നിന്ന് നിങ്ങൾ ഈ ഹജ്ജ് കർമ്മത്തെ പഠിക്കണു. ഞാൻ എങ്ങനെ ആക്രമം അതേ രൂപത്തിൽ നിങ്ങൾ ഹജ്ജ് കർമ്മത്തെ നന്നിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കണു. കാരണം 2 വർഷം നിങ്ങൾ കണ്ടുമുട്ടാൻ ചൊല്ലു സാധ്യമില്ല ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിಗೆ ചൊന്തു. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ നബിക്ക് യാർ ആയുസില്ല ചൊല്ലുവരല്ലേ ഒരു സൂചന എത്തിക്കര് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിക്കും അതേപോലെ സ്വഹാബത്തുക്കും അല്ലാഹു കൊടുത്തു. അതേപോലെ ഹിജ്റ പൂർണ്ണാമത്തെ വർഷ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഫർ തിങ്കള് റബീഉൽ അവ്വൽ തിങ്കള് മുന്നത്തെ തിങ്കളായിട്ട് സഫർ തിങ്കള് ആ തിങ്കളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് ഭൂമിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു പോന്നു. ഇസ്ലാം ദീനിന് ബേനായിട്ട് തങ്ങളുടെ ജീവിതത്തെ അള്ളാഹുടെ മാർഗത്തിൽ ഷഹീദായ സ്വഹാബത്ത് ബേനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ തന്നിട്ടിട്ട് അവിടെ പ്രാർത്ഥിച്ചത് നബി അങ്ക് ബേനായിട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീദ് പോയിട്ട് സ്വഹാബത്തിനെ ഖബർ അടിക്കിട്ടില്ല പക്കത്ത് പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്കും ബേനായിട്ട് കണ്ണിൽ തന്നിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. കാരണം ആദ്യ കാലത്തിൽ ഇസ്ലാം ബേനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നിന്റെ ആ സ്വഹാബത്തിനായിട്ട് കിടന്നു തൗഹീദ് ബേനായിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ബേനായിട്ട് തങ്ങളുടെ ജീവനത്തെ സമർപ്പിച്ച് സ്വഹാബത്തിനായിട്ട് കിടന്നു ആ ഖബറുൽ കൊല്ലത് അങ്ക് ബേനായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിട്ട് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ഒരു സഫർ തിങ്കളിൽ ഒരു സ്വഹാബിയുടെ ജനാസത്ത് നിസ്കരിച്ചിട്ട് അതിനെ ഖബറടിക്കിട്ട് ഔത്തുക്ക് തിരിച്ചു വരുമ്പോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഔത്തുക്ക് തിരിച്ചു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കഠിനമായ തലനൊമ്പല സുറൈത്ത് വാരസ ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു നബിയേ നക്കൊരു നല്ല തലനൊമ്പലായിട്ടുണ്ടോ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നു ഇത് ആയിഷ നക്കും ഒരു കഠിനമായ ഒരു തലനൊമ്പലായിട്ടുണ്ടോ. കാരണം അവിടെ നിന്ന് എത്തിക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിലെ ആ സീക്ക് തുടങ്ങടെ സഫറിന്റെ അവസാനത്തിൽ എത്തിക്ക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഫാത്തിലെ ആ ഒരു സീക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങടെ. അങ്ങനെ 4 നാൾ കഴിഞ്ഞ പോലുമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സീക്ക് യാറായിട്ട് പോണ്ടു കഠിനമായിട്ട് പോണ്ടു. നല്ല തടിയില് നല്ല ചൂടില്ലേ പനിയില്ലേ ചൂടൈത്തിക്കരുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
എന്നിട്ട് ഒരു നാള് വഫാത്താവിടെ 4-5 നാളുക്ക് മുന്നോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മദീനത്തെ പള്ളിക്ക് പോകണം ആഗ്രഹിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പള്ളി പോകണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കൊക്കെ തീരില്ല, കൈ കുത്തൊക്കെ നിലത്തേക്ക് തീരില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്തില് കഅബ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഷോൾഡർക്ക് കൈവച്ചിട്ട് നബി പള്ളിക്ക് പോണ്ടേ. എങ്ങനെ പോണ്ടേ? ചരിത്ര പഠിപ്പാത്തണ്ട് നബിയുടെ കാൽ ഇങ്ങനെ ആ മരുഭൂമിയിൽ ഇങ്ങനെ വലിച്ചു പോയിട്ട് ഒരു ലൈൻ, ഒരു മാർഗം അവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം കാൽ ഒരു നിക്കൊക്കെ പോലും നബിക്ക് സാധ്യമായില്ല. അങ്ങനെ രണ്ട് സ്വഹാബത്തിനെ കുഞ്ചിക്ക് കൈയിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തെ പള്ളിക്ക് പോയിട്ട് മിമ്പറിന്റെ പടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെച്ചിട്ട് ഇത് കേട്ട് സ്വഹാബത്ത് പള്ളിയിലെല്ലാം വന്നു കൂടിയോರು. നബിയുടെ അവസാനത്തെ ഉപദേശಕ್ಕೆ ಹೋಗು, അള്ളാന്റെ റസൂലിന്റെ അവസാനത്തെ ഉപദേശಕ್ಕೆ ಹೋಗು. സ്വഹാബത്തെല്ലാം പള്ളിക്ക് വന്നു കൂടിയോರು. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായിട്ട് തന്റെ സ്വഹാബത്തുക്ക് ഉപദേശാക്കിയിട്ട് അന്ത്യോപദേശാക്കിയിട്ട് നബി. ആ ഉപദേശത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്ന 2-3 വിഷയമുണ്ട്. ഒന്നാമത്തേത് ആ സ്വഹാബത്ത് ചൊന്തു, നിങ്ങ മുഹാജിരിങ്ങളെ പിരിസാക്കണം, സ്വഹാബത്തെ മുഹാജിരിങ്ങളെ പിരിസാക്കണം. ആരായിട്ടിക്കൊരു മുഹാജിരിങ്ങ ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വാസം വെച്ച പേരില് നെഞ്ഞിക്ക് പാറക്കല്ല് വെച്ചിട്ട് ശത്രുങ്ങളെ അടിയടിക്കുമ്പോ അല്ലാഹു അഹദ് ചൊന്തു പ്രഖ്യാപനാക്കി ബിലാൽ റളിയല്ലാഹു അൻഹു പോലത്തെ സ്വഹാബത്ത്. അതേപോലെ ഗുഹ്യംഗത്ത് ആ ശത്രുങ്ങ ഇരുമ്പുടെ ഇട്ടിട്ട് ആ ചോരിങ്ങനെ ഒലുകുന്ന സമയത്ത് പോലും ശത്രുവിന്റെ മുഖം നോക്കിയിട്ട് അല്ലാഹു അഹദ് ചൊന്തു പ്രഖ്യാപനാക്കിയ സ്വഹാബത്ത്. അങ്ങനെ ഇസ്ലാമികമായിട്ട് അവിടെ ദീനനുസരിച്ച് ജീവിക്കുക സാധ്യമില്ല ಅಂತಾಂಬೋ നബിയുടെ കൂടെ തങ്ങളെ സ്വത്തും സമ്പത്തും എല്ലാം വിട്ടിട്ടു മക്കത്തിൽ നിന്ന് മദീനത്തേക്ക് ഹിജ്റ പോയ സ്വഹാബത്തുക്ക് ചൊല്ലി മുഹാജിരീങ്ങ എല്ലാം അള്ളാന്റെ മാർഗത്തിൽ വിട്ടിട്ടു വേനെ താ കാലി കയ്യില് മദീനത്തേക്ക് കടന്നു പോയ സ്വഹാബത്ത് അങ്കു ചൊല്ലി മുഹാജിരീങ്ങ. അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെട്ട വിശുദ്ധ ഖുർആൻ പഠിപ്പാറ്റുണ്ട്. ആ മുഹാജിരിങ്ങളെ സ്വഹാബത്തെ നിങ്ങൾ ഇഷ്ടപ്പെടണം, അങ്ങനെ തൃപ്തിപ്പെടണം, അങ്ങനെ വെറുക്കൊക്കെ തീരാ. അതേപോലെ അൻസാർമാരെ നിങ്ങൾ ഇഷ്ടപ്പെടണം. ആറേറ്റിക്ക് അൻസാർമാർ എന്ത് ഇല്ലാണ്ട് വന്ന മുഹാജിരിക്ക് ഒരു അവ ഇന്ന സ്വഹാബത്ത് പാതി അവ കൊടുത്തു. മദീനത്തിൽ ഇന്ന സ്വഹാബത്ത് ഒരു തോട്ട ഇന്ന സ്വഹാബത്ത് പാതി തോട്ട കൊടുത്തു. അങ്ങനെ വന്ന മുഹാജിരിങ്ങായ മക്കത്തിൽ നിന്ന് വന്ന മുഹാജിരിങ്ങായ സ്വഹാബത്തുക്ക് എല്ലാ നംതുല്ലെ സഹായ കൊടുത്തങ്ങായിട്ടിക്കൊരു അൻസാർമാർ ഇങ്ങനെ നിങ്ങൾ തൃപ്തിപ്പെടണം ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട് ചൊന്തു. എന്നിട്ട് അള്ളാന്റെ റസൂൽ അവിടെ അത്ഭുതമായിട്ട് 2 പലക പാടം ചൊന്തു. എന്തായിട്ടിക്കുന്നത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സ്വഹാബത്തിനെ ക്ലിയർ ആക്കിയിട്ട് എടുക്കര് എന്തേ അയ്യുഹന്നാസ്, ഏ മനുഷ്യന്മാരെ, എന്റെ സ്വഹാബത്തെ, മൻ കുന്ത ജലബതു ലഹു വഹ്റൻ വഹാദാ ലഹ്രി ഫല്യസ്തഖിദ് മിൻഹു, ആർക്കെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ, ആർക്കെങ്കിലും ശരീരത്തിൽ ഞാൻ നൊമ്പലാക്കിട്ടുണ്ടെങ്കിൽ ഫഹാദാ ലഹ്രി ഫല്യസ്തഖിദ് മിൻഹു, നന്റെ അഭിമാനമൈത്തിക്ക് നന്റെ മുതുക്ക് ബന്ധങ്ങ് അടിക്കോണു. ആരാ ചൊല്ലേ? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ വഫാത്ത് അവിടെ കുറേ നാളത്തെ മുന്നോലു തന്റെ ജീവനത്തെ ഒന്ന് ക്ലിയർ ആക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കെങ്കിലും ഞാൻ അടിച്ചിട്ട് നൊമ്പലാക്കിട്ടുണ്ടെങ്കിൽ നന്റെ മുതുക്കു ബന്ധങ്ങ് അടിക്കുന്നു, നന്റെ അഭിമാനമൈത്തിക്കുന്നത്. അതേപോലെ മൻകുന്ത ശതത്തുല ഉഅർവൻ, ആർക്കെങ്കിലും നന്റെ നാവ് കൊണ്ട, നന്റെ നോട്ട കൊണ്ട, നന്റെ പ്രവർത്തന കൊണ്ട ആർക്കെങ്കിലും മനസ്സ് നൊമ്പലായിട്ടുണ്ടെങ്കിൽ ഫഹാദാ ഇർലി, തിരിച്ചിട്ടങ്ങ് അതൊരു പ്രതികാരാക്കോണിപ്പ, തിരിച്ചിട്ട് അതൊരു പ്രതികാരാക്കണു. നോക്കൊരു സഹോദരന്മാരെ, തന്റെ ജീവനത്തൊന്ന് ക്ലിയർ ആക്കി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സമുദായ പഠിക്കണിത്. മുസ്ലിമീങ്ങളെ ഞങ്ങൾ പഠിക്കണു. നിസ്സാരമായ വിഷയത്തെ പേനായിട്ട് ആൾമാറ്റ് ഗലട്ടാക്കരും, ആൾമാരെ കൊല്ലിടും, ആൾമാരെ ചോരരോൽക്കരും, ആൾമാരെ പലക്കത്തിൽ ആൾമാരെ മനസ്സ് നൊമ്പലാക്കരും. എല്ലാരും മനസ്സിലാക്കും ചൊല്ലി ഞാൻ ആവട്ടെ കേൾക്കുന്ന നിങ്ങൾ ആവട്ടെ ആ ഒരു അവസ്ഥ ഇന്നുണ്ടെങ്കിൽ ഇതാ ഞങ്ങളെ നേതാവ് നോക്കറു അപ്പൈത്തിക്ക് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എഞ്ചി വന്നു അള്ളാന്റെ റസൂലെ നിങ്ങൾ ഒന്നും ഞങ്ങൾക്ക് അങ്ങനെ ആക്കിരോറാ, അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലല്ലേ നബിയെ ചൊല്ലുമ്പോ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹുവിന്റെ മുഖം നോക്കിയത്, ഉമറേ ഇത് ദുനിയാവിൽ തീർക്കാനായ വിഷയത്തിക്കറ്, ഇത് ദുനിയാവിൽ തീർക്കണു, പരലോകത്ത് ബാക്കി വെക്കില്ല ഉമറേ. കാരണം പരലോകത്തിൽ നണ്ടെതിരായിട്ട് ഒരാളും കൈ ചൂണ്ടോകു തീരാ ഉമറേ. ഓന് നക്ക് പഠിച്ചിരാ, ഓന് നക്ക് അടിച്ചിരാ, ഓൻ നന്നിട്ട് മുണ്ടണ്ടിച്ചിര ചൊന്തു ഒരാളും നണ്ടെതിരും കൈ നീട്ടോകു തീര ഉമറേ. അതുകൊണ്ട് അടിമമാരുടെ നടുവിലെ ബന്ധത്തെ അതുകൂടെ ശരിയാക്കിയെടുക്കണു, അതുകൂടെ തീർത്തിട്ടെടുക്കണു. എന്നെങ്കിൽ നിസ്സാരമായ വിഷയത്തിന്റെ എത്ര കലട്ടെ മാറ്റി സഹോദരന്മാരെ പലക്കത്തിൽ മനസ്സിൽ നൊമ്പലാക്കി എത്ര ആൾമാറുള്ളൂ.
അങ്ങനെ പ്രവർത്തനത്തിൽ ഇന്നത്ര നൊമ്പലാക്കി എത്ര ആൾമാരുള്ളവരും മേലെ അന്യായമായിട്ട് മനുഷ്യന്മാരെ കൊല്ലുടങ്ങ് എത്ര ആളുള്ളവരും മനസ്സിലാക്കണു. അള്ളാന്റെ റസൂല ചൊല്ലേ ആർക്കെങ്കിലും നന്നിൽ നിന്ന് അങ്ങനെ നൊമ്പലായിട്ടുണ്ടെങ്കിൽ തീർച്ചിട്ടങ്ങ നക്കടിക്കണു ನನ್ನ ಅಭಿಮಾನಮೈತಿക്ക് ചൊന്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പടിപ്പാട്ടി കൊടുക്കുറു. അവിടെ നിന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാഠം കേൾക്കറ്. ആർക്കെങ്കിലും ഞാൻ എന്തായെങ്കിൽ തറന്നുകൊണ്ട സമ്പത്തില് കേൾക്കുമ്പോ ഒരു സ്വഹാബി ചൊല്ലു നക്ക് ഇത്ര ദിർഹാം തറന്നുകൊണ്ട് നബിയെ കേൾക്കുമ്പോ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെടുത്ത് കൊടുക്കുറു. കാരണം ആ സ്വഹാബി ആ സമ്പത്തിട്ട് ആശിച്ചിട്ടുള്ള കേട്ടെ അത്രമാത്രം കടകാരനായിട്ട് എൻ്റെ നേതാവ് ഈ ദുനിയാവിൽ നിന്ന് വഫാത്തായിട്ട് പോണു തീരച്ചുണ്ട് ഒരു ആഗ്രഹത്തിലായിട്ട് ആ സ്വഹാബി എനിക്ക് കേട്ടെ. അങ്ങനെ മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് ഔത്തുകു ಬಂತು നേതാവും. അങ്ങനെ ഔത്തുകു ಬಂತು ഇങ്ങനെ ഓരോരോ നാൾ കഴിയുമ്പോ ആ നബിക്കുള്ളേ സീക്ക് ആ പണി കൂടിയ പോയിട്ടുണ്ടോ നബിക്ക് പള്ളിക്ക് പറഞ്ഞു സാധിച്ചിട്ടില്ല ಅಂತ. അങ്ങനെ ആ മരിക്കുന്ന വഫാത്ത് അവിടെ തിങ്കളാഴ്ച ഉണ്ടായെങ്കിൽ റബീഉൽ അവ്വൽ 12 ഹിജ്റ പോകുന്നാമത്തെ റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിങ്കളാഴ്ച വഫാത്ത് അവിടെ ഉണ്ടായെങ്കിൽ അണ്ട് തൊട്ട് മുന്നോട്ട് ജാവുകൂ നബി അവത്തെ വിഷയത്തെ നിങ്ങൾ മനസ്സിലാക്കണം. അവത്തെ വിഷയത്തെ മനസ്സിലാക്കണം നബിരെ എന്തായിട്ട് നബിരെ അവത്തെ അവസ്ഥ നബിക്ക് ബയർനടി തിന്നോകു ഗോതമ്പില്ല അവത്തലു എപ്പത് വഫാത്ത് അവിടെ മുന്നോട്ട് ജാവുക എത്തിക്കര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവത്ത് ഗോതമ്പില്ല. അതില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ ഉപയോഗാക്കിന്നെ ആ പടയെങ്കിൽ അതിനെ ഒരു പണയം വെച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അണ്ടത്ത് ജാവുക ഗോതമ്പെത്തത് ബയർനടിച്ചത് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്തെ രാജാവും മക്കത്തെ പ്രസിഡന്റ് അവ എത്തിക്കര് ആവത്തെ സ്ഥിതി എത്തിക്കര് മനസ്സിലാക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അടിമറ്റിക്ക് കേട്ടാ നിക്ക് പരലോകത്തെ സുഖ വേണ ദുനിയാവുടെ സുഖ വേണ കേൾക്കുമ്പോ ആ അടിമ തെരഞ്ഞെടുത്തേ പരലോകത്തെ സുഖ എത്തിക്കര്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് ചൊന്നപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലായിട്ട് ആ അടിമ വേറെ ആരും അല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിക്കര്. കാരണം അത് ശാശ്വതമായ സുഖം എത്തിക്കര്. ദുനിയാവിൽ താത്കാലികമായിട്ടുള്ളത് അല്ലാഹുവിന്റെ റസൂൽ തെരഞ്ഞെടുത്തത് പരലോക സുഖ എത്തിക്കര്. ദുനിയാവുടെ സുഖത്തല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുത്തേ. അങ്ങനെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ജാവുകു ബയർനടിച്ചിട്ട് വെളിച്ച കത്തുപാട്ടോಗಿ എന്നെ പോലെ ഇല്ല അതും അപ്പുറത്തിൽ നിന്ന് കടയെടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔത്തിൽ നിന്ന് വെളിച്ചാക്കി. അങ്ങനെ പിറ്റേന്ന് സുബൈക്ക് നബിയുടെ അവസാനത്തെ നാളായിട്ടിക്കര് നബി സല്ലല്ലാഹു അലൈഹി വഫാത്ത് അവിടെ ആ തിങ്കളാഴ്ച സുബൈക്ക് ഫജ്ർ ബാങ്ക് മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു തന്റെ സുന്ദരമായ കണ്ഠത്തിൽ നിന്ന് അസ്സലാത്തു ഖൈറും മിനൻ നൗം ചൊല്ലുന്നു ബാങ്ക് കൊടുക്കുമ്പോ സഹാബത്തെല്ലാം മദീനത്തെ പള്ളിക്ക് വന്ന് എത്തിയವರು സഹാബത്ത് മദീനത്തെ പള്ളിക്ക് വന്ന് എത്തിയವರು നിസ്കാരത്തിക്ക് സഫ് നിന്നವರು ഇമാമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തിക്കര്. ആ സന്ദർഭത്തില് ആ പള്ളിക്ക് ടച്ച് ആയിട്ടുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഔത്തുലൈത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളത്. അങ്ങനെ അവിടെ ഒരു സ്കെൽട്ടൺ ഉണ്ട് ഒരു ബിരി പോലത്തെ ഉണ്ട് അതിങ്ങനെ പന്തിർത്ത് സഹാബത്ത് നോക്കിയ സന്ദർഭത്തില് കശഫശിത്ര ആയിഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്കെൽട്ടന്റെ ഒന്ന് ബിരിയുടെ ഒന്ന് ഇങ്ങനെ മാറ്റിട്ട് എന്നിട്ട് സഹാബത്തിനെ നോക്കിയിട്ട് സഹാബത്ത് ഒരു നല്ല സന്ദർഭത്തിലായിട്ട് ഫജ്ർ നിസ്കാരത്തെ സന്ദർഭത്തിലായിട്ട് സഹാബത്ത് ആഗ്രഹിച്ചವರು ഞങ്ങളെ നേതാവ് പണി സുമാറായിട്ട് ഞങ്ങളെ നേതാവ് സമയം സുമാറായിട്ട് ഇന്ന് ഞങ്ങൾക്ക് ഇമാം നിക്കോ ഞങ്ങൾ നേതാവ് ബറുച്ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലംടെ മുഖം നോക്കിയിട്ട് ഞങ്ങൾക്ക് ഒരു ആശയിട്ട് ആ സന്ദർഭത്തിൽ അള്ളാന്റെ റസൂൽ ആ സഹാബത്തിന് മുഖം നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് ചൊന്തു അതിമ്മു സ്വലാത്തക്കും നിങ്ങൾ നിസ്കരിക്കൊരു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേതൃത്വത്തില് നിങ്ങൾ നിസ്കരിക്കൊരു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആ സ്കൾട്ടന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇട്ടിട്ട് അങ്ങനെ ഫജ്ർ സമയം കഴിഞ്ഞിട്ട് ഒരു ലുഹാ നേരം എത്തിക്കര് ഞങ്ങൾക്ക് ഒന്ന് ലുഹാ ടൈം ഒരു സമയമുണ്ടോ ആ സമയത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് അവിടെ. അങ്ങനെ നേരം ഇങ്ങനെ കഴിഞ്ഞ പോലെ നബിക്ക് പാടും പണി കൂടിയ പോയിട്ടുണ്ടോ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയില് തല വെച്ചിട്ട് നബി വരിഞ്ഞിട്ടുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്വസ്ഥത പ്രകടനായിട്ടുണ്ട് നബിയുടെ തടിയിൽ നിന്ന് നബിക്ക് സഹിക്കുകയില്ല തടിയിൽ നിന്ന് ചൂടി ആറായിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സന്ദർഭത്തില് മുത്തുമോളായ ഫാത്തിമ റളിയല്ലാഹു അൻഹ കേട്ട് അള്ളാന്റെ റസൂലേ നിങ്ങൾക്ക് അങ്ങനെ നൊമ്പളമാ
നിങ്ങൾക്കൊരു പ്രയാസം കേൾക്കുമ്പോ നന്റെ അബ്ബോಗೆന്ത് നൊമ്പലമേ നന്റെ അബ്ബോಗೆന്ത് വേദന ചൊല്ലുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ഉത്തരം കൊടുത്തു ലൈസ അലാ അബീകി കർബുൻ ബഅദൽ യൗം ഇല്ല മോലെ ഇന്നത്തെ ഈ നേര കല്യാണ്ടായെങ്കിൽ നിന്റെ അബ്ബോക്ക് ഇന്ന് ഒരു നൊമ്പലമില്ല ഒരു പ്രയാസമില്ല ഇത് നിന്റെ അബ്ബ അനുഭവിക്കുന്ന അവസാനത്തെ നൊമ്പല ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മോൾട്ടി ചൊന്തു എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ കേട്ട് അങ്ങേക്ക് നൊമ്പലുണ്ട് നബിയെ നിങ്ങൾക്കും പ്രയാസം ഉണ്ട് കേൾക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു യാ ആയിഷ മാ അസാലു അജിദു അദം തആം അല്ലദി അകൽതു ഫീ ഖൈബറ ആയിഷ അന്റെ ഖൈബറ മണ്ണിൽ വെച്ചിട്ട് ഒരു ജൂത പെണ്ണ് ഒരു ബിസത്തെ എർച്ചി തന്നിനാല് അത് നാ തിന്നിന്ന എന്തേറ്റിക്ക് സംഭവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യഹൂദി പെണ്ണ് നബിരം കുറെ സഹാബത്തിനെ ഒരു ബിരുദം ഇങ്ങനെ വിളിച്ചിട്ടാകുമ്പോ ഒരു ദാവത്ത് വിളിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് കടന്നുപോയി അവിടെ എന്നിട്ട് അവൾ എന്താക്കിയാല് നബിക്ക് യാറ എർച്ചിയുടെ ഭാഗത്ത് യാറ ഇഷ്ടമുള്ള ഭാഗത്ത് തൊട ഭാഗത്തേക്ക് ആ തൊട ഭാഗത്തും ബാക്കിയുള്ള എർച്ചിക്ക് വിശയിട്ടിട്ട് കൊടുത്താല് അത് തിന്റെ ഒരു സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിർ മറിച്ചിട്ട് പോയിട്ട് കാരണം നബിക്ക് ഗൊಂತಿಲ್ಲ ഇതിൽ വിഷ ഉണ്ടു നോക്കൂ അപ്പുറത്തില് ഒരു മതിലിന്റെ അപ്പുറത്തില് ആ ഇറച്ചിക്ക് എന്താ ഇട്ട് ചൊന്ത് ആറ് കൊണ്ടില്ല അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലാ യഅലമു മൻ ഫിസ് സമാവാതിൽ അർളി ഗൈബ ഇല്ലല്ലാഹ് ആകാശ ഭൂമിയിൽ മറിഞ്ഞ കാര്യ അദൃശ്യ കാര്യ അത് അല്ലാഹു മാത്രം അറിയണവനായിട്ടിക്കറ ഞങ്ങളെ മതിലിന്റെ അപ്പുറത്ത് എന്താ അവിടെ ചൊന്തു ഞങ്ങൾക്ക് അറിയുക സാധ്യമല്ല അങ്ങനെ അവൾ ഇറച്ചിൽ ബിസത്തിട്ട് കൊടുത്തത് ആ സഹാബത്ത് മറ്റു പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രക്ക് മാത്രം അത് പോയിട്ടാകുമ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം മഞ്ചൊല്ലെ തിന്നണ്ട നബിയെ അതിൽ വിഷമുണ്ടോ ആ സന്ദർഭത്തിൽ നബിയുടെ ശരീരത്തിൽ അത് പോയിട്ടുമ്പോ നബിക്ക് അല്ലാഹു ഇസ്മത്ത് കൊടുത്തത് കൊണ്ടോ അതൊരു നൊമ്പൽ അനുഭവിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോ വന്നിണ്ടാ വഫാത്തിന് നേരത്തായിട്ടിക്കറ് വഫാത്തിന് നേരത്തെ ചൊന്നല്ലേ ആ ഖൈബറിൽ തന്നെ ആ എർച്ചിൽ പൊട്ടി ആ ബിസ പൊട്ടി എർച്ചി രണ്ട് നാടി നർമ്മം മുറിച്ചു പോലെ ആയിട്ടുണ്ട് ആയിഷ ചൊന്തു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ശാപവാക്ക് അവിടെ ഇട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഹൂദിമാരുടെ മേലും നസറാന്റെ മേലും അല്ലേ വഫാത്ത് അവിടെ നേരത്തെ പോലും ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ യഹൂദി നസറാനിമാരുടെ മേലും അല്ലാഹുവിന്റെ ശാപകോപവിക്കട്ടെ എന്ത് ഇത്തഖദു ഖുബൂറ അംബിയാഹിം മസാജിദ അങ്ങ് മരിച്ചു പോയ ആൾമാരെ അമ്പ്യാക്കന്മാരെ അങ്ങ് പള്ളിയാക്കി അവർ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ചൊന്തു ആ സഖറാത്ത് നൊമ്പത്ത് സാന്ത കാരണം അത്ര ഗൗരവമുള്ള വിഷയത്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹ ചൊല്ലും യുഅദ്ദിറു മാ സനഉ നബി പേടിച്ചു പോയിട്ട് നന്റെ ഉമ്മത്ത് നന്റെ കബറും പള്ളിയാക്കു ചൊന്തു പേടിച്ചിട്ടേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചൊന്നേ ഇണ്ട് കാണില്ലേ സമുദായത്തിൽ കാണില്ലേ എത്ര കബറുങ്ങ എത്ര ദർഗങ്ങ ഇണ്ട് നമുക്ക് കാണോക്കിട്ട് സഹോദരന്മാരെ നബി ചൊന്നെಂದ್ರೆ അങ്ങനെ കബറ് പള്ളിയാക്കിയರು എന്തിಗೆ നബി പള്ളി ചൊല്ലു കാരണ പള്ളി എല്ലാം ഉള്ളത് വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ പള്ളി എല്ലാം ഉള്ളത് അല്ലാഹുവെ തിക്റ് അവിടെ ഫലാ തദ്ഉ മഅ അല്ലാഹി അഹദ അവന്റെ പുറത്ത് ഒരാളുടെ നിങ്ങൾ പ്രാർത്ഥിക്കോതിരുന്നത് വിശുദ്ധ ഖുർആൻ ആ പ്രാർത്ഥന തിക്റ് യഹൂദിമാർ കബർ പക്ക പോയിട്ട് നടപ്പാട്ടിയെ അങ്ങനെ വിളിച്ച് പ്രാർത്ഥിച്ചോരു അങ്ങനെ വിളിച്ച് ദുആർനോരു എന്നെ ನನ್ನ ഉമ്മത്തെ അതാക്കണ്ട പേടിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു അങ്ങനെ മേൽ ലാനത്തുണ്ടോ ആ ലാനത്തിൽപ്പെട്ട കാര്യമല്ലേ ഇന്ന് മുസ്ലിമേ ഞങ്ങൾ കൊണ്ട് നടന്നുകൊണ്ടുള്ളത് ഞങ്ങൾ ആയിക്കൊണ്ടുള്ളത് അള്ളാഹിന്റെ റസൂൽ അങ്ങനെ മേൽ ലാനത്തിട്ട് കബർ ഉയർത്തി കെട്ടങ്ങളെ അങ്ങനെ മേലെ ആ യഹൂദി നസ്രാനിമാരുടെ മേലെ അള്ളാഹിന്റെ റസൂൽ ലാനത്തിട്ട് സഹോദരന്മാരെ എന്നിട്ടെങ്കിൽ ഞങ്ങളും അവസ്ഥ എന്തൊരു മുൻമാത്തുക ഓരോരു കബറാക്കിയിട്ട് തന്റെ പ്രശ്നത്തെ നീ ഇല്ലാണ്ടാക്കോ വേണ്ടി കഷ്ടപ്പാട് ബുദ്ധിമുട്ട് വന്ന് പ്രയാസം വന്നത് അങ്ങനെ മുന്നോട്ട് പോയിട്ട് പ്രാർത്ഥിക്കുന്ന ആൾമാരില്ലുണ്ട് മനസ്സിലാക്കണം മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ നേരത്തെ പോലും ചൊന്തു എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ വസിയത്താക്കിയിട്ട് അസ്സലാത്ത് നിസ്കാരമായിത്തിക്കറ് അത് നിങ്ങൾ കൃത്യമായിട്ട് നിസ്കരിക്കണം ചൊന്തു സഖറാത്ത് നൊമ്പത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്തു എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടും നിങ്ങൾ അവിടെ വിളിച്ചിട്ട് യാ ഉമ്മത്തി ചൊന്തു വഫാത്ത് അവിടെ നേരത്തെ പോലും യാ ഉമ്മത്തി നന്റെ ഉമ്മത്തെ ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർത്തു പോയിട്ട് എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ നാവൽ നിന്ത് പണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സഖറാത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സഖറാത്ത് അവസാനത്തെ ഏതൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ് ആദർശത്തെ മക്കത്തിൽ കൊണ്ടുവന്ന് ആ ആദർശത്തെ പ്രചാരാക്കിയിട്ട് ಅದಕ್ಕೆ ಬೇನಾയിട്ട് ചമ്മരൂപത്തെ നൊമ്പൽ അനുഭവിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അവസാനത്തെ നാവൽ നിന്തത ആകാശത്തെ നേരെ കൈവെട്ടിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചൊല്ലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്ന ലിൽ മൗതി സഖറാത്ത് ആയിഷ മരിപ്പുടെ നൊമ്പല അത് അസഹനീയമായിട്ടുണ്ടോ നിങ്ങൾ നിന്ത് ജണ്ടാൽ അനുഭവിക്കുന്ന നൊമ്പല ആയിഷ
ആയിഷ, ഞാൻ അനുഭവിച്ചിട്ടില്ല ചൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലെ കൈ ആകാശത്ത് ഉയർത്തിട്ട് എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചിട്ട് എന്തേ, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുവേ നീ എനിക്ക് പൊറുത്തു തരണേ, അല്ലാഹുവേ നന്നൊട്ടിಗೆ കരുണ കാട്ടണേ, അല്ലാഹുവേ. ആരാ പ്രാർത്ഥിക്കരേ? സ്വർഗ്ഗത്തിക്ക് ഒന്നാമത്തെ പ്രവേശം അവിടെ മുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് അവസാനത്തെ നേരത്തെ അല്ലാഹുവിനെ പ്രാർത്ഥിക്കര, അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുവേ നക്ക് നീ പൊറുത്തു തരണേ, അല്ലാഹുവേ നന്നൊട്ടി നീ കരുണ കാട്ടണേ, അല്ലാഹു ചൊന്തു ആകാശത്ത് നേരത്തെ ചൂരെ കൈ കണ്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്തമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ ഒന്നിങ്ങനെ കീഴ് പോന്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൈ ഇങ്ങനെ കീഴ് പോന്തു. ആയിഷ റളിയല്ലാഹു അൻഹ നോക്കുമ്പോ നബിയുടെ തല ചെന്നിട്ടുണ്ടോ, നബിയുടെ കൈ കീഴ് പോന്നിട്ടുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലായിട്ട് നബിയുടെ ശബ്ദം നിശബ്ദമായിട്ട് പോയിട്ട്, നബിയുടെ ശബ്ദം നിശബ്ദമായിട്ട് പോയിട്ട്, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർദിയ ഫദ്ഖുലി ഇബാദി വദ്ഖുലി ജന്നതി ചൊല്ലെ വിളി കേട്ടതായിട്ടിക്കരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ റൂഹ് പോയിട്ടായി. സഹോദരന്മാരെ, ഇത് നടന്ന തിങ്കളായിട്ടിക്കരെ, ആ തിങ്കളായിട്ടിക്കരെ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ നടന്ന വലിയൊരു മുസീബത്തായിട്ടിക്കരെ, വലിയൊരു നഷ്ടമായിട്ടിക്കരെ. കാരണം ഞങ്ങളെ പിരിച്ചാക്കി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈ അവസാനത്തെ നേരത്തെ പോലും യാ ഉമ്മത്ത് ചെന്ന് വിളിച്ച് അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് പ്രതി ഒരു സത്യവിശ്വാസിക്ക്, പ്രതി ഒരു മുസ്ലിമിക്ക് അത് ഉൾക്കൊള്ളുക ആവില്ല സഹോദരന്മാരെ. അതാ അലി റളിയല്ലാഹു അൻഹു തന്നെ വൈദാ ദക്കറത മുസീബതൻ തസ്ലു ബിഹാ ഫദ്കുർ മുസാബക ബിന്നബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിന്നിൽ നിന്ന് വഫാത്തായി പോയത് അത് വലിയൊരു മുസീബത്തായിട്ട് ചൊന്തു അലി റളിയല്ലാഹു അൻഹു ഞങ്ങൾക്ക് പഠിപ്പാറ്റുണ്ട്. അതുകൊണ്ട് ആ റസൂൽ വഫാത്തായിട്ട് പോയി സഹോദരന്മാരെ, എന്തെങ്കിലും ആ നേതാവിടെ ജീവൻ ഞങ്ങൾ മുന്നോട്ടുണ്ടോ, ആ നേതാവിടെ ജീവൻ ഞങ്ങൾ മുന്നോട്ടുണ്ടോ, അതിന് ഞങ്ങൾ അനുസരിച്ച് ജീവിക്കണു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നേതാവിടെ ജീവനത്തെ അനുസരിച്ച് ജീവിക്കരെ യഥാർത്ഥ മുവഹ്ഹിദീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾ എല്ലാവരും ഉൾപ്പെട്ട് അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമത്തെ നിർദ്ദേശത്തെ അനുസരിച്ച് ജീവിക്കുന്ന ചൊಂತು ಸ್ವಂತ ನಫ್ಸರೆ ಮಾರ್ಕಂಟೆ ಓರೋತ್ತಟಿಗೆ ಉಪದೇಶ ಹಾಕ್ರೆ ವಸಿಯತ್ ಹಾಕ್ರೆ. സഹോദരന്മാർ, ഒന്നാമത്തെ ഖുത്ബത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന്റെ വിഷയത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കില്ല വിഷയ ആ വഫാത്ത് നടന്ന ഒരു തിങ്കളായിട്ടിക്ക് റബ്ബിൽ അവൽ തിങ്കൾ ഹിജ്റ 11 റബ്ബിൽ അവൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ചൊಂತು ഒരാളും തർക്കമില്ലാത്ത ഒരു വിഷയത്തിക്ക് നബിയുടെ പെറ്റ വിഷയത്തിൽ തർക്കമുണ്ടോ എന്നെങ്കിൽ നബിയുടെ വഫാത്തിന്റെ വിഷയത്തിൽ അതിന്റെ ഡേറ്റ് വിഷയത്തിൽ ഒരാളും പോലും തർക്കമില്ലാത്ത വിഷയത്തേക്ക് എന്നെങ്കിലും ഖേദകരമായത് ദുരന്തമായ ഒരു വിഷയമായി തിക്കറ് എന്ന എപ്പ നബി വഫാത്തായിട്ടാ അന്റെ ഞങ്ങൾ മുസ്ലിം ഉമ്മത്ത് കൊസിപ്പട്ര അന്റെ കൊസിപ്പട്ര ഞങ്ങളെ മുത്തു നേതാവ് നൊമ്പൽ അനുഭവിച്ച് സ്വഹാബത്ത് കർഞ്ഞനാല് അല്ലെ മദീനത്തിൽ ദുഃഖം മാത്രമല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊന്തല്ലേ ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂൽ എന്റെ നേതാവ് വഫാത്തായി ചൊന്ന അവന്റെ തലയിടാൻ വെക്കില്ല ചൊന്തു അതിലെ കൺട്രോൾ പോലും തപ്പിപ്പോയ നാളെത്തിക്കര് ആ റബ്ബിൽ അവ്വൽ 12 എന്നെങ്കിൽ അണ്ടത്തെ നാളെ ഞങ്ങണ്ടാക്കിற സഹോദരന്മാരെ ഒസിപ്പട്ര റാലി ആക്കറ അല്ലെ എന്നെങ്കിലും മനസ്സിലാക്കുന്ന സഹോദരന്മാരെ എപ്പത്തിക്കര് ഇത് തുടങ്ങിയത് ഈദ് മിലാദ് ചൊല്ലേ ഈ ഒരു ആചരണ ഈ ഒരു ബിദഅത്തായ വിഷയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത്തെ വിഷയ എപ്പ തുടങ്ങിയ ചൊല്ല് ഞങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൊന്നുണ്ടോ നബി 63 വർഷ ജീവനാക്കിയിരുന്നു അതിൽ 23 വർഷമായിട്ട് 40 വർഷത്തിലല്ലേ നബിക്ക് വഹി കിട്ടേ ഇറാഖു വെച്ചിട്ട് വഫാത്ത് അവിടെ 63 അല്ലേ. അപ്പൊ 23 വർഷത്തെ നബിയുടെ 30 ജീവനുണ്ടോ ആ 23 വർഷത്തെ നബിയുടെ 30 ജീവനത്തിൽ 23 റബ്ബിൽ അവ്വൽ നബിയുടെ ജീവനത്തിൽ കഴിഞ്ഞു പോയിട്ട് എന്നെങ്കിലും ഒരു റബ്ബിൽ അവ്വൽ 12 ഇന്റെ നന്റെ പെത്തനാള് ജന്മദിന ചൊಂತು ഒരു ഈത്തപ്പലയുടെ പൂല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദാനാക്കിയത് ഞങ്ങൾക്ക് പ്രമാണം ഉണ്ടാ സഹോദരന്മാരെ? ഇല്ല. ഒന്ന് രണ്ടാമത്തെ ഞങ്ങൾ പഠിക്കുള്ളത് ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊಂತು നന്നിട്ട് 3 ഉത്തമമായ തലമാറും. ഒന്ന് നന്റെ സ്വഹാബത്ത്, രണ്ട് അങ്ങനെ പിന്നെ പെറോ ബന്നെ താബീങ്ങ, പിന്നെ അങ്ങനെ പെറോ ബന്നെ തബ താബീങ്ങ. ഇങ്ങാരെങ്കിൽ ആക്കിടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജന്മദിന ആക്കിടോ സഹോദരന്മാരെ? പ്രമാണമായിട്ടുണ്ടാ 4 പ്രഗൽഭമായ ഖലീഫമാർ വന്നರು. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു 2 വർഷ ഖിലാഫത്ത് എടുത്തിട്ട്
അതേപോലെ ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷം എത്തിട്ട്, അതേപോലെ ഉസ്മാൻ റളിയല്ലാഹു 12 വർഷം, അലി റളിയല്ലാഹു അൻഹു 5 വർഷം ഖിലാഫത്ത് ആക്കിട്ട് ഇങ്ങളെ മുന്നിൽ റബ്ബിൽ അവൽ കടന്നു പോയിട്ടില്ല സഹോദരന്മാർ. ഞങ്ങളെ കാണ്ടി ആറ് പിർസാക്കിയ സ്വഹാബത്തല്ലങ്ങ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബിയുടെ ഞങ്ങളെ ജീവ സ്വന്തം ശരീരത്തെ കാണ്ടി ആറ് പിർസാക്കിയ സ്വഹാബത്തല്ലേ? അങ്ങ് ആക്കിയൊരു സഹോദരന്മാരെ ഇല്ല ഇല്ല ചൊല്ലു. കാരണം എന്തേ? മൗലൂദ് കൈക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. അതേറ്റിക്കൽ മൗലൂദ് കൈക്കൽ മുമ്പ് പതിവില്ല, മുന്നോട്ട് ആക്കിയിട്ടില്ല മൗലൂദ്. എപ്പ തുടങ്ങി? ഹിജ്റ 300 ശേഷം വന്നതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് ഹിജ്റ 300 പിന്നെ വന്നേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവിടെ ഹിജ്റ പോണെന്നുള്ളൂ. മൗലൂദ് പണ്ടേ ഹിജ്റ 300 വേറെ കിതാബിലോ 600 പിന്നെ വന്നതുമുണ്ട്. എന്തെങ്കിലാവട്ടെ 300 പിന്നെ വന്നത് 280 നബി വഫാത്തായിട്ട് 280 ഒലിമ്പ വർഷത്തിൽ പിന്നെ വന്നതായിട്ട് മൗലൂദ്. നബി വഫാത്തായിട്ട് മൗലൂദ് കൈക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. നബി പോണെന്നുള്ള വഫാത്താവിടെ ഹിജ്റ മൗലൂദ് പണ്ട് 300. അപ്പൊ അത് മൈനസാക്കി 280 ഒലിമ്പ വർഷത്തിൽ പിന്നെ എത്തിക്കറ്. നബി വഫാത്തായിട്ട് 280 വർഷത്തിൽ പിന്നെ പണ്ട് ഒരു ആചാരം കൊണ്ടുവന്നതാറ് നബിയാ, സഹാബത്ത, താബിങ്ങാ, തബഅ താബിങ്ങാ, മദ്ഹബിലെ ഇമാംമാർ അല്ല. ഹിർബൽ ചക്രവർത്തി മുളഫർ രാജാവും മലിക്കുൽ മുളഫർ ധീരനായ ഒരു രാജന, ഹിർബൽ ഭരിച്ചവനാണ് വൻ ധർമ്മിഷ്ഠന. ആ ഹിർബൽ ചക്രവർത്തി കൊണ്ടുവന്നതായി മൗലൂദ്. നബിയല്ല, സഹാബത്തല്ല, താബിങ്ങ, തബഅ താബിങ്ങല്ല കൊണ്ടുവന്നത്. ഹിർബലിന്റെ ചക്രവർത്തി അവനായിട്ടിക്കരുത് മദ്ഹ് ചൊല്ലിയ പേരില് ഈ മൗലൂദ് കൊണ്ടുവന്നത് എന്നെങ്കിൽ സഹോദരന്മാരെ ഇതായിട്ടിക്കറെങ്കിൽ പ്രൂഫും ഇതായിട്ടിക്കറെങ്കിൽ ഇന്നൊരു ദലീൽ എന്താ ചൊല്ലിട്ടായെങ്കിൽ ഈദ് മിലാദ് വലിയൊരു ദലീൽ അബൂ ലഹബ് ആയിട്ടിക്കറ്. അബൂ ലഹബ് നബിയുടെ മുത്താപ്പ് ആയിട്ടിക്കറ്. ആറ് അബൂ ലഹബ് നബിക്ക് ആറ് കഷ്ട കൊടുത്ത ഒരാളായിട്ട് അബൂ ലഹബ് അല്ലെ? തബ്ബത് യദാ അബീ ലഹബി വ തബ്ബ് അല്ലെ? ആ അബൂ ലഹബ് നബി അബൂ ലഹബിയുടെ കുടുംബത്തില് ഒരു ആണിക്കിടോ പെറ്റ പേരില് ഒരു ദാസിനെ വിമോചനാക്കി ചൊല്ലിയ പേരിലായിട്ടിക്കറ് ഒരു പ്രൂഫ് തന്നെ. എന്തെങ്കിലും മനസ്സിലാക്കുന്നു. അബൂ ലഹബ് ആറ് സഹോദരന്മാരെ, തബ്ബത് യദാ അബീ ലഹബി വ തബ്ബ്. അബൂ ലഹബ് നശിച്ചു പോയാണ്, ജന്റെ കൈയും നശിച്ചു പോയാണ്. അവൻ നരകത്താലും ചൊന്ത വിശുദ്ധ ഖുർആനിലേക്ക് വെടിപ്പറ്റുന്നത് അതായിത്തിക്കത്തില്ലു. വേറെ ഒന്നുമില്ല. കാരണം നബി ആക്കിയിട്ടില്ല, സ്വഹാബത്താക്കിയിട്ടില്ല, താബിങ്ങ, തബഅ താബിങ്ങ, മദ്ഹബിലെ ഇമാംമാർ പോലും ആക്കിയിട്ടില്ല. പിന്നെ എങ്ങനെ ഞങ്ങൾക്ക് ദീനവിടെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലേ, അയ്യുഹന്നാസ് മനുഷ്യന്മാരെ, ലൈസ മിൻ ഷൈഇൻ യുഖർരിബുകും ഇലൽ ജന്ന വയുബായിദുകും മിനൻ നാർ. നിങ്ങളെ സ്വർഗ്ഗത്തിലേക്ക് മുട്ടാവുന്നതും നരകത്തിൽ നിന്ന് ദൂരാവുന്നതും എല്ലാ വിഷയവും പഠിപ്പിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ വഫാത്തോട് കൂടി ഇസ്ലാം ദീൻ പൂർത്തിയായിട്ട് ഇന്നിത് ആർക്കും ഇതൊക്കൊന്നും കൂട്ടൊക്കെ കുറക്കില്ല. കൂട്ടിയവനും കുറച്ചവനും രണ്ടാളും ചെറുതപ്പെങ്ങായിട്ടിക്കുള്ളൂ. ಎಂತ ಅವಸಾನ ಚೊಲ್ಲರು ಇದು ಬಿದಾತುಲ್ ಹಸನ, നല്ല ബിദഅത്ത് ആയിട്ടിക്കറ്. നബിയുടെ ജന്മദിന ആഘോഷന ആക്കരുത്, നല്ല ബിദഅത്ത് ആയിട്ടിക്കറ്. എന്നെങ്കിൽ ദീനിൽ പുതിയതായിട്ട് പണ്ട കാര്യത്തെ നബി എന്തിനു പഠിപ്പറ്റുന്നത്? എല്ലാ ഖുതുബത്തിലും എല്ലാ ക്ലാസ് തുടക്കത്തിൽ എന്ത് ചൊല്ലേ? കുല്ലു ബിദഅത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ ദീനിലും പുതിയതായിട്ട് നല്ലതല്ലേ ചൊല്ലി പേരിൽ കടന്നു വന്ന എല്ലാ ബിദഅത്തും അത് ദലാലത്തായിട്ടിക്കറ്, ചെറുതപ്പതായിട്ടിക്കറ്. എല്ലാ ചെറുതപ്പത് ഫിന്നാർ, നരകത്ത് കയറ്റിച്ചു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സഹോദരന്മാരെ, ഇതാരും വിമർശിக்கிறല്ല, ഇതൊരു പിർസത്തിൽ ചൊല്ലായിട്ട്. കാരണം ഇത് പരലോക സംബന്ധിച്ചിട്ടുള്ള വിഷയത്തിക്കറ് നഷ്ടപ്പെടുത്തീരാ. പരലോക നഷ്ടപ്പെടുത്തി ಅದಕ್ಕೆ ನಂಗೆ എന്താക്കും പഠിക്കുന്നു, ഇസ്ലാം ദീനിന്റെ വിഷയത്തിൽ പഠിക്കുന്നു. ഇവിടെ എല്ലാ നംതുല്യ പാർട്ടി ഗ്രൂപ്പും കൊണ്ടു എല്ലാരും അംഗീകരിക്കുന്ന ഒരേ റബ്ബുടെ ഒരേ റസൂലിന്റെ ഒരേ ഖുർആന്റെ ഒരേ സുന്നത്തിലെ എന്തെങ്കിലും വിഭാഗമായിട്ടുള്ളത് പഠിച്ചിട്ടില്ല. എന്തൊരു ഇസ്ലാം ദീൻ ചൊന്ന് പഠിച്ചിട്ടില്ല. ഇന്നാൽ എന്തൊരു ചൊല്ലു അതിന്റെ പേര് പോയിട്ട് ഒരാൾ ഇന്നാൽ എന്തൊരു ചൊല്ലു അതിന്റെ പേര് അങ്ങനല്ല. അള്ളാഹ് ഉനക്ക് ചിന്താശക്തി തന്നറ, കണ്ണ് തന്നറ, കാത് തന്നറ, ചിന്തിക്കോല് മനസ്സ് തന്നറ. ഇത് മൃഗജാലത്തുമുണ്ടു, കണ്ണുണ്ട്, കാതുണ്ട്, മനസ്സുണ്ടായിക്ക്. എന്നിട്ടേക്ക് നോക്കി പഠിക്കുന്ന പോലത്തതാ, കേട്ട് പഠിക്കുന്ന പോലത്തതാ, ചിന്തിച്ച് പഠിക്കുന്ന പോലത്തെ ശക്തി അള്ളാഹു അത് കോർത്തില്ല. മനുഷ്യന്മാർക്ക് അള്ളാഹു തന്ന എന്നെങ്കിൽ അവന്റെ വിഷയത്തിൽ പഠിക്കൂ. അള്ളാന്റെ ദീന്റെ വിഷയം ഒരു പക്കണങ്ങ എടുക്കടാ. പക്കണങ്ങ എടുക്കു പോകുമ്പോ 10 ലോയത്തിനങ്ങ കൺസൾട്ട് ആവട്ടെ. എന്ത് ഇതിന്റെ റെക്കോർഡ്സ് കറക്റ്റ് ഉണ്ടാ, ശരിയുണ്ട ചന്തു എന്നെങ്കിൽ സ്വർഗ നർഗ തീരുമാനിക്കുന്ന ഇസ്ലാം ദീന്റെ വിഷയത്തിൽ എത്രണ്ണങ്ങ പറ്റ എത്ര മനസ്സിലാക്കിയ സഹോദരന്മാരെ പഠിക്കണം. മരിക്കണോർത്തോളം പഠിച്ചു തീരാത്ത ഒരു വിഷയത്തേക്ക് ഇസ്ലാം ദീന്റെ അധ്യാപന അതിനങ്ങ് പഠിക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് ഈ ഒരു ഏർപ്പാട് ഇങ്ങനത്തെ ഒരു അവസ്ഥ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കിയിട്ടില്ല. അത് 300 പിന്നെ വന്നതായിട്ടിക്കറ്.
അത് ബിദ്അത്തായിട്ടിക്കറ്, ഇസ്ലാം ദീനിൽ പുതിയതായിട്ട് കടന്നു വന്ന ഒരു കാര്യമായിട്ടിക്കറ്. അതിൽ നമുക്ക് സ്വർഗ്ഗല്ല കിട്ടേ, ബദലായിട്ട് ജഹന്നമായിട്ടിക്കറ് നമുക്ക് കിട്ടുള്ളത്. കാരണം നബി പഠിപ്പാട്ടത്തെ ഒരു കാര്യമാക്കിയിട്ടെങ്കിൽ അള്ളാഹു നമുക്ക് സ്വർഗ്ഗം തന്നില്ല. കാരണം നബി പഠിപ്പാട്ടെന്ന് പോയിട്ട് സ്വർഗത്ത് മുട്ടാവുന്നതും നരകത്തിൽ നിന്ന് ദൂരാവുന്നതും എല്ലാ കാര്യത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടെന്ന് പോയിട്ട്, അതുകൊണ്ട് ഇസ്ലാം ദീനിന്റെ വിഷയത്തിൽ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകണു. അതേപോലെ ഈ മൗലൂദ് ചൊല്ലത് അത് ബിദ്അത്തായിട്ട് പുതിയതായിട്ട് ഇന്ന് അതിലുള്ള ശിർക്കുണ്ടോ, അള്ളാഹു അല്ലാത്ത ആൾമാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ. അങ്ങനെ പ്രാർത്ഥിച്ചിട്ടെങ്കിൽ അതേ രൂപത്തെ മറ്റുപോയിട്ടെങ്കിൽ ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അള്ളാഹു സ്വർഗത്തെ ഹറാമാക്കി വിടും. ഒരിക്കലും ഒന്നും സ്വർഗ്ഗം കിടക്കില്ല. ആരും ശിർക്കാക്കിയിട്ട് അതേ വിശ്വാസത്തിൽ മറ്റുപോയിട്ടെങ്കിൽ നബിയുടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ അല്ലെ? കേട്ടില്ലേ? ഇർതഖബ്തു അലൽ ഖതാ ഗൈറ അസ്റിൻ വഅദത്ത് ലക അശ്കു ഫീഹി യാ സയ്യിദി ഖൈറൻ നബി എന്തേ ദോഷത്തെ മാഫാക്കിയിട്ടവനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് സ്വർഗത്ത് കടന്നു പോകുന്ന സാധ്യമില്ല സഹോദരൻ. അതുകൊണ്ട് ഇത് ഒരിക്കലും വിമർശല്ല സഹോദരൻ. പിർസത്തിൽ ചൊല്ലേ തപ്പിനെതിരെ ശരിയാക്കണു. കാരണം ನಾನು ನಾಳೆ ಮರ್ಚಿపోయి ನನ್ನ ಕಬೂರ್ ನಾನು ವರ್ತನಾಯ್ತು ಹೊರಗಡೆ ಆರು ನನ್ನ ಕೂಡ ಬಂದಿಲ್ಲ. അതുകൊണ്ട് ಎಂದ್ರೈಟಿಗ್ರ ಹಕ್ಕು ಎಂದ್ರೈಟಿಗ್ರ ಬಾತಿಲ್ಸು ಅಂತ പഠിച്ചിട്ട് ഞങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിടെ ഹക്കായിട്ട് മനസ്സിലാക്കും, ബാത്തിലായിട്ട് വിട്ടുപിടക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊല്ലു മരിക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. അതേപോലെ സീക്ക് കൊണ്ട് കഷ്ടപ്പാടുകൊണ്ട് എത്രമാ സഹോദരന്മാരുള്ളൂ. രണ്ട് സഹോദരന്മാർ, ഒരാൾ ഐസിയുലും ഒരാൾ വെന്റിലേറ്ററിലുണ്ട്, പ്രയാസത്തിലുണ്ടോ. സാഫിയായ റബ്ബു അവൻ്റെ കുദ്രത്ത് കൊണ്ട് ആ രണ്ട് സഹോദരന്മാർക്ക് പരിപൂർണമായി സിഫത്തെ അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അതേപോലെ ഞങ്ങൾ മുഹമ്മദാക്ക ಇಂಡುಗುಂ ഒരു കോമാവസ്ഥയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ತಂದು ഷാഫിയായ റബ്ബു പരിപൂർണമായി സിഫത്തെ അയാൾ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. പാഠം ഈ ദീനി രംഗത്തേക്ക് ಬಂದು പ്രബോധനಕ್ಕೆ അല്ലാഹു അയാൾക്ക് തൗഫീഖ് കൊടുത്തു അനുഗ്രഹിക്കട്ടെ. മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് കലിമത്ത് തൗഹീദ് ചൊന്ന് മരിക്കും. അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഞങ്ങളെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ നിಂತು മരിച്ചുപോയ എത്ര ആൾമാറുമാറുള്ളവർ ഹിരിയായ ഞങ്ങളെ അപ്പമ്മമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങളെല്ലാവരുടെ കബർ വിശാലമാക്കി കൊടുക്കട്ടെ. എല്ലാവരുടെ കബർ അല്ലാഹു പ്രകാശത്തിലാക്കി കൊടുക്കട്ടെ. സഹോദരന്മാരെ, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളിൽപ്പെട്ട എത്ര ആൾമാർ അന്യായമായിട്ട് ബന്ധനത്തിലുള്ളവർ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങക്ക് പരിപൂർണമായി ന്യായത്തെ കൊടുത്തു. എത്ര ಬೇಗ ಆ ಬಂಧನದಿಂದ ವಿಮುಕ್ತ ಆಗು ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತೌಫೀಕ್ ಕೊಟ್ಟು ಅನುಗ್ರಹಿಕಟ್ಟೆ. ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ಮುಸ್ಲಿಮ್ ಉಮ್ಮತ್ತಿಗೆ ಇಜ್ಜತ್ ತಂತ ಅನುಗ್ರಹಿಕಟ್ಟೆ. ಕತ್ತರೆ ನರಕದಿಂದ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ഞങ്ങളെല്ലാരെ കാത്തു സലാമത്താക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ നബിമാരെ കൂടെ സിദ്ദീഖീങ്ങളെ കൂടെ സ്വഹദായിങ്ങളെ കൂടെ സ്വാലിഹീങ്ങളെ കൂടെ ഒരുമിച്ച് കൂടെ സൗഭാഗ്യത്തെ ആൾമാരായിട്ട് അല്ലാഹു ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലി അൽ ഹജാത്ത്. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. സഹോദരന്മാരെ, ഞങ്ങളുടെ പള്ളിയുടെ കളക്ഷൻ ഉണ്ട്. എല്ലാവരും നല്ല രൂപത്തിൽ സഹകരിക്കുന്നു. അവസാനമായിട്ടുള്ള ഒരു അവസരമായിട്ട് ഞങ്ങൾ കടന്നു. അള്ളാന്റെ ദീനിക്ക് പിന്നെ സഹായിക്കരുത്, അവസാനത്തുമായിട്ട് ഒരു ചാൻസ് ആയിട്ടിക്കരുത്. അതുകൊണ്ട് അള്ളാന്റെ ഈ ഭവനത്തേക്ക് ഇതിൽ കൊണ്ടു നടക്കുന്ന ഭാരമായിട്ട് സാമ്പത്തികമായിട്ട് ഒരു രൂപത്തിൽ കഷ്ടപ്പാടില്ലാത്ത രൂപത്തിൽ നിങ്ങൾ സഹായിക്കണം. കാരണം ഇപ്പൊ ഇൻഷാല്ല ഞങ്ങൾ ജുമാ നിസ്കരിക്കുക അസർ നേരാകുമ്പോ ഈ ദുനിയാവുടെ മേൽ നാനും നിങ്ങൾ ഉള്ളേ ചൊല്ലുക ഒരാളും ഗ്യാരണ്ടി ചൊല്ലുക സാധ്യമല്ല. അതുകൊണ്ട് ഇതിന്റെ അവസാനത്തമായിട്ടുള്ള ഒരു അവസരമായിട്ട് കരുതിയിട്ട് സഹോദരന്മാരെ, ನಾನು ಇಂದ ಅಸರ್ಗೆ ಮರ್ಚಿపోയെങ്കിൽ ನಕ್ಕೊರು വലിയൊരു മുതൽക്കൂട്ടായില്ലേ, അത് വലിയൊരു പ്രതിഫല ഇല്ലേ. ഞാൻ എന്തിനെ കീസരെത്തിട്ട് അള്ളാന്റെ മാർഗത്തെ തൃപ്തിപ്പെട്ട മാർഗം ചെലവാക്കരേ, അത് എൻ്റെ സ്വന്തം പൈസ എത്തിക്കരുത്. ഞാൻ മരിക്കുമ്പോൾ എത്ര ബാങ്ക് ബാലൻസ് കെട്ട്, അത് എൻ്റെ പൈസ അല്ല, അത് എൻ്റെ പൈസ അല്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം സഹോദരന്മാരെ. അതുകൊണ്ട് അല്ല തന്നെ സമ്പത്തിനെ അല്ല തൃപ്തിപ്പെട്ട നിലക്ക്, അതും അള്ളാന്റെ ഭവനത്തേക്ക് നിങ്ങൾ എല്ലാവരും സഹായിക്കണം, സഹകരിക്കണം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും. നിങ്ങൾ അള്ളാഹുക്ക് സഹായിച്ചെങ്കിൽ അല്ല നിങ്ങൾക്ക് സഹായിക്കരുത് വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് അള്ളാന്റെ ഭവനത്തേക്ക് നല്ല രൂപത്തിൽ മനസ്സറിഞ്ഞിട്ട് ഞങ്ങൾ ബർസഖിയായ ജീവിതത്തിൽ, ഞങ്ങൾ പരലോക ജീവിതത്തിൽ മെയിനായിട്ട് അള്ളാന്റെ വജഹ ആഗ്രഹിച്ചിട്ട് നിങ്ങളുടെ സഹായിക്കണം, സഹകരിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.